ഇറാനിൽ നിന്നും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി മിസൈലുകൾ വിക്ഷേപിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലിൽ ഇറാൻ ആക്രമണം നടന്നതായി ഇസ്രയേൽ സൈന്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിന് ഇസ്രയേലിന്റെ വിവിധ ഭാഗങ്ങളിൽ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും അപായ സൈറനുകൾ മുഴക്കുകയും ചെയ്തു. ആളപായത്തെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇന്ന് പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് അമേരിക്കയുടെ പിന്തുണയും ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രയേലും അമേരിക്കയിലും സംയുക്തമായാണ് ഇറാനെതിരായ ഒരു ആക്രമണം നടത്തിയത്. ഒമാൻ കടലിടുക്കിൽ നിലയുറപ്പിച്ചിരുന്ന അമേരിക്കയുടെ പടക്കപ്പലിൽ നിന്നാണ് ഇറാനെതിരെ ഇന്ന് ആക്രമണം ഉണ്ടായത്. അതിശക്തമായ വ്യോമാക്രമണമാണ് അമേരിക്കയുടെ പിന്തുണയോടെ ഇസ്രയേൽ നടത്തിയത്. ഇസ്രയേൽ തനിച്ചല്ല, അമേരിക്കയുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് ആക്രമണമെന്ന വിവരം വാഷിംഗ്ടൺ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാന്റെ സൈനിക ഭീഷണികൾ ഇല്ലാതാക്കാനുള്ള മുൻകരുതൽ ആക്രമണം എന്നാണ് ഇതിനെ ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് വിശേഷിപ്പിക്കുന്നത്. ജനങ്ങളോട് ഹോം ഫ്രണ്ട് കമാൻഡിന്റെ സുരക്ഷാ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ഇസ്രയേൽ സൈന്യം അഭ്യർത്ഥിച്ചു. ഭീഷണികളെ പ്രതിരോധിക്കാനും കേന്ദ്രങ്ങളിൽ തിരിച്ചടി നൽകാനും ഇസ്രയേൽ വ്യോമസേന സജ്ജമാണെന്ന് സൈനിക വക്താവ് അറിയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇസ്രയേലിൽ ഇപ്പോൾ ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാണെങ്കിലും അവ 100% ഫലപ്രദമാകണമെന്നില്ല എന്ന കാര്യത്തിൽ ഇസ്രയേൽ സൈന്യം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു. അതിനാൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് ജനങ്ങൾ മാറണമെന്ന നിർദ്ദേശം അവഗണിക്കരുതെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. ഇറാനിൽ സൈനിക നടപടി ആരംഭിച്ചതായി ഒരു വീഡിയോ സന്ദേശത്തിലൂടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ അറിയിച്ചിരുന്നു. ഇറാനിലെ തന്റെ സൈനിക നടപടിയുടെ ഫലമായി അമേരിക്കക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം എന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇറാൻ ഭരണകൂടം കൊല്ലാൻ ആഗ്രഹിക്കുന്നു. ധീരരായ അമേരിക്കൻ നായകന്മാരുടെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. നമുക്ക് നാശനഷ്ടങ്ങളും ഉണ്ടായേക്കാം. യുദ്ധത്തിൽ അത് പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്. എന്നാൽ നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പോഴത്തെ ലാഭത്തിന് വേണ്ടിയല്ല. നമ്മൾ ഇത് ചെയ്യുന്നത് ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. ഇതൊരു ഉന്നതമായ ദൗത്യമാണ് എന്നും പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു. ഇറാനിൽ നടത്തിയ അപ്രതീക്ഷിത മിന്നലാക്രമണത്തിന് പിന്നാലെ കനത്ത പ്രത്യാക്രമണം ഭയന്ന് ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഉടനീളം അപായ സൈറനുകൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള ഒത്തുചേരലുകൾക്കും ജോലികൾക്കും സർക്കാർ പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയുന്ന ദൂരത്തിൽ സുരക്ഷിതമായ ബങ്കറുകൾ ഉള്ള ഓഫീസുകൾ മാത്രമേ പ്രവർത്തിക്കാൻ അനുമതിയുള്ളൂ. പൊതുപരിപാടികൾക്കും ഒത്തുചേരലുകൾക്കും കർശനമായ നിയന്ത്രണങ്ങളാണ്. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് ആണ് രാജ്യത്ത് 48 മണിക്കൂർ നേരത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച പുലർച്ചെ ഇറാൻ ആസ്ഥാനമായ ടെഹ്റാനിൽ, പ്രത്യേകിച്ച് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ കാര്യാലയത്തിന് സമീപം ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിന് പിന്നാലെയാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഇറാനെ ആക്രമിച്ചതോടുകൂടി അതിന് മറുപടിയായി ഇറാന്റെയും ലെബനോണിലെ ഹിസ്ബുള്ളയുടെയും യമനിലെ ഹൂത്തികളുടെയും ഭാഗത്തു നിന്നും ഇസ്രയേലിലേക്ക് ഉടനടി മിസൈൽ വർഷം തന്നെ ഉണ്ടാകുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ കനത്ത ജാഗ്രത. ടെല്ലവീവ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ റോഡുകളെല്ലാം വിജനമാണ്. വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും ഭാഗികമായി നിർത്തിവച്ചിരിക്കുകയാണ്. രാജ്യത്തെ മുഴുവൻ ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.